ഹായ്, വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ആദ്യമേ തന്നെ കസേരകളി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. സോ ഇറ്റ്സ് മീ RJ മഞ്ജു. ഈ പറഞ്ഞ പോലെ ഈ ഒരു സമയം ഒരു വല്ലാത്തൊരു സമയമാണ്, നട്ടുച്ച സമയമാണ്. ഭക്ഷണം കഴിച്ചോ? എല്ലാവരും കഴിച്ചോ? ഇല്ല. പക്ഷെ ഭക്ഷണം കഴിച്ചാൽ ഇതൊരു ഡേഞ്ചറസ് സമയമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുംഭം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചെറു മയക്കമൊക്കെ വരും. അതിൻ്റെ കൂടെ പാട്ട് കൂടെ കേട്ടാൽ പിന്നെ പറയുകയും വേണ്ട. അതുകൊണ്ട് മയങ്ങാതെ ഇരിക്കുക. കാരണം ഈ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷനിൽ നമ്മളെല്ലാവരും പാർട്ടാവേണ്ടതാണ്. കാരണം നമ്മൾ പറയില്ലേ, എവിടെ വാക്കുകൾ അവസാനിക്കുന്നോ അവിടെ സംഗീതം സംസാരിക്കും. സോ ഇനി കുറച്ച് സമയത്തേക്ക് സംഗീതമാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. സംഗീതം സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള രണ്ട് മജീഷ്യൻസ്, ദേ പ്ലേ വിത്ത് മ്യൂസിക്, ദേ പ്ലേ വിത്ത് ഇമോഷൻസ്. ദാറ്റ് ഈസ് ദ പോയിൻറ്റ്. ആ ഭാവം പാട്ടിലൂടെ നമ്മിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാവമാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊരു വളരെ കാഷ്വലായിട്ടുള്ളൊരു ടോക്കായിരിക്കും. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നമ്മളുടെ എപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണുന്ന, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ആ ശബ്ദത്തിനുടമ സിതാര കൃഷ്ണകുമാർ. പിന്നെ അധികം ഒന്നും കാണാൻ കിട്ടാത്ത ഒരു വ്യക്തിയാണ് അങ്ങേ അറ്റത്തിരിക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം ഒരു ഇൻട്രോവേർട്ടാണ്, മുറിയുടെ അകത്ത് തന്നെ ഇരിക്കാനാണ് താല്പര്യം. പിന്നെ വയറ്റിനകത്തേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ പുറത്തിറങ്ങി പാട്ട് ചെയ്യണമെന്ന് പറയുന്ന പോലെ. പക്ഷേ മനസ്സറിഞ്ഞ് പാട്ട് തൊടുത്തു വിട്ടാൽ അത് വന്ന് നിൽക്കുന്നത് നമ്മളുടെ നെഞ്ചിനകത്താണ്. വെൽക്കം ഗോവിന്ദ് വസന്ത. സോ വെൽക്കം ടു മനോരമ ഹോർത്തസ്. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിക്കുക. ഈ സംഗീതത്തെ പറ്റി പറയുമ്പോഴേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാട്ടിലെ നവരസങ്ങളാണ്. ആ ഒരു ഇമോഷൻസ് ത്രൂ ആണ് നമ്മൾ പാട്ടിനോട് അടുക്കുന്നത്. ഒരാൾ വെറുതെ പാടിയതുകൊണ്ട് കാര്യമില്ല. പാട്ട് നമ്മളുടെ മനസ്സിനകത്തേക്ക് ആഴത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റഡ് ആവണം. നമ്മൾ സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കുന്ന പാട്ട്, നമ്മൾ സങ്കടപ്പെടുമ്പോൾ കൂടെ സങ്കടപ്പെടുന്ന പാട്ട്, ഓർ മോട്ടിവേഷൻ തരുന്ന പാട്ട്, പ്രണയിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആവുന്ന പാട്ട്. ഇങ്ങനെ പാട്ടിന് പല തലങ്ങളുണ്ട്. സോ അതിലേക്കൊക്കെ നമുക്ക് ചർച്ച വരാം. പക്ഷേ തുടക്കം വേണം, അതൊരു പാട്ടാവണം അല്ലേ? എക്സാക്ട്ലി. അതും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയങ്ങിപ്പോവാതിരിക്കാൻ ഒരു ചായ കുടിച്ച് തുടങ്ങാം. ഒരു ചായപ്പാട്ടായാലോ? പ്രത്യേകിച്ചും കുറിഞ്ഞി വേദിയിൽ ചെറിയ സോഫയിലാണ് കാലുമ്മേ കാല് കയറ്റി സോഫയിൽ ഇരുന്നങ്ങ് തുടങ്ങിയാലോ സിതാര? നമസ്കാരം മഞ്ജു. എനിക്ക് അങ്ങടാ പോക്കെന്ന് തോന്നിയായിരുന്നു. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. അയ്യോ, സോഫയിൽ കാലുമേ കാല് കയറ്റിയിരിക്കാൻ പറ്റിയില്ല, ആ വരി എത്തിയില്ല. ഓക്കെ. പക്ഷേ ഈ നമ്മൾ ഒരുപാട് ചായ കുടിക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ടെങ്കിലും ഈ ചായ പാട്ടിന് എന്തോ ചായയുടെ മധുരവും കടുപ്പവും എല്ലാം ബറാബറാണ്. നമുക്ക് ഇപ്പം സിത്താരേനെ പറ്റി പൊതുവെ എല്ലാവരും പറയുന്നത് സിത്താര ഇമോഷൻ്റെ ക്വീനാണ്. ഒരു പാട്ട് പാടുന്ന പോലെ ആയിരിക്കില്ല വേറൊരു പാട്ടിലേക്ക് വരുമ്പോൾ സിത്താരയുടെ ഒരു ടോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറാതുകൾ പാടിയ സിത്താരയല്ല മോഹമുന്തിരിയിൽ നമ്മൾ കേട്ട സിത്താര. ആ സിത്താരേനെ അല്ല നീനുകിലോ. അപ്പം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഭാവങ്ങൾ മാറുന്നത്. എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? ഒരു പാട്ടിൽ നിന്ന് മറ്റൊരു പാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുന്ന അറിവുകളേ ഉള്ളൂ സിനിമയെപ്പറ്റി. ഇപ്പം എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഭാവം അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? പലപ്പോഴും ഈ കോമ്പോസിഷൻസിൻ്റെ അകത്ത് തന്നെ കൃത്യമായിട്ട് ഇത് ഓരോ പാട്ടിന് വേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിനിമയുടെ പരിസരമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥാപശ്ചാത്തലത്തിലൊക്കെ നിന്നിട്ടായിരിക്കുമല്ലോ ഇവരെ പോലെയുള്ള ആളുകൾ ഓരോ പാട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ടൂള് പോലെ ആയിട്ട് ശബ്ദം എന്ന് പറഞ്ഞൊരു ടൂള് മാതിരിയായിട്ടാണ് ഇവരും കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. അപ്പം നമ്മൾക്ക് വളരെ ചുരുങ്ങിയൊരു സമയത്തിലുള്ളൊരു പരിചയം മാത്രമാണ് ആ കഥയായിട്ടും സിനിമയായിട്ടൊക്കെ ഉള്ളത്. പറഞ്ഞു തരുന്നു, എത്ര പെട്ടെന്ന് അത് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്നു എന്നുള്ള ആ ഒരു വേഗതയിൽ ആ ഒരു പ്രോസസ്സ് അവിടെ തീരുകയാണ്. അപ്പം ഇപ്പം വ്യക്തിപരമായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും മ്യൂസിക് ഡയറക്ടറെ വിശ്വസിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ, അവർ മതി എന്ന് പറയുമ്പം നമുക്ക് ചിലപ്പോൾ തോന്നാം വേറെ രീതിയിലാണോ ഇമോട്ട് ചെയ്യേണ്ടത്, വേറെ രീതിയിലാണോ പാടേണ്ടത് എന്നൊക്കെയുള്ള തോന്നൽ ഒരു ലിസണർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും തോന്നാം. പക്ഷെ അവർ ഗൈഡ് ചെയ്യണതിൻ്റെ ആ ഒരു അളവിൽ അവിടെ നിർത്തുകയാണെങ്കിൽ
അത് കൃത്യമായിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പം സിനിമാ സംഗീതത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ആ ഒരു പാറ്റേണാണ്. മ്യൂസിക് ഡയറക്ടർ പറയുന്നു, നമ്മൾ ഭാവം ഇടുന്നു. അത് അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ചിലപ്പോൾ ഏറിപ്പോയേക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വളരെ ഡ്രമാറ്റിക് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ഒരു കേൾവിയുടെ പരിചയത്തിൽ നിന്നൊക്കെയാണല്ലോ ചില ഇമോഷൻസും നമ്മൾ ചില മുമ്പുള്ള പാട്ടുകളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ ഒക്കെ ശ്രമിക്കും. അപ്പോൾ അവർക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും. അത് നമുക്ക് പിന്നെ കുറേ നാളത്തെ പരിചയം കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആദ്യം പാടുമ്പോൾ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ഇനിയും ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ വേറെ പോലെ ആയിരിക്കാം, അറിയില്ല. ആ പറഞ്ഞ നോട്ടിൽ നിന്ന് ഗോവിന്ദിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഗോവിന്ദ് ഒരു സിംഗർ കൂടിയാണ്, അറ്റ് ദ സെയിം ടൈം മ്യൂസിക് ഡയറക്ടർ കൂടി ആയതുകൊണ്ട് തന്നെ ഒരു പാട്ട് പാടുമ്പോൾ മ്യൂസിക് ഡയറക്ടർ മനസ്സിൽ കാണുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇമോഷൻ ചിലപ്പോൾ സിംഗർ തരും, ചിലപ്പോൾ അത് തന്നെ തരും, ചിലപ്പോൾ അതൊക്കെ മേലെ തരും, ചിലപ്പോൾ അതൊക്കെ കീഴെ തരും. ആ കീഴെ തരുമ്പോൾ നമ്മൾക്കൊരു കോംപ്രമൈസ് ഉണ്ടാവുമല്ലോ, അത് ഏതറ്റം വരെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും, അതോ കോംപ്രമൈസിന് നിൽക്കില്ല, നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടേ ഓഫ് ചെയ്യുള്ളൂ? ഇല്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ സംസാരിക്കാൻ അറിയുള്ളൂ. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കാര്യം എനിക്കറിയില്ല. ഞാൻ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എത്രയൊക്കെ നമ്മൾ മ്യൂസിക് പാഷൻ എന്ന് പറഞ്ഞാലും സിനിമ ഈസ് എൻ ഇൻഡസ്ട്രി ഫോർ എ റീസൺ. അതിൻ്റേതായിട്ടുള്ള കുറച്ച് റൂളുകളുണ്ട്, അതിന് ടൈം ലൈനുകളുണ്ട്. അതൊരു ജോലി സ്ഥലമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ബോസ് ഉണ്ട്, സിത്താരയ്ക്ക് സിത്താരയുടെ ബോസ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും, മ്യൂസിക് ഡയറക്ടറിന് അയാളുടെ ബോസ്. സോ ഇതൊരു കളക്റ്റീവായിട്ടുള്ളൊരു ആർട്ട് ഫോം ആയതുകൊണ്ട് തന്നെ കോംപ്രമൈസ് ഇസ് എ പാർട്ട് ഓഫ് ദിസ് ഹോൾ ഗെയിം. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് വർക്ക് ചെയ്യാനിരിക്കുന്നത്, എസ്പെഷ്യലി ഫോർ സിനിമകൾ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ പറയുന്ന ഞാൻ ഒരുപാട് ആ പാട്ടിൻ്റെ ആത്മാവിനെ തളർത്തുന്ന രീതിയിൽ ഒരു സിംഗർ പാടുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ സിംഗറാണെങ്കിലും ഞാൻ യൂസ് ചെയ്യാറില്ല. അതൊരുപാട് സമയങ്ങളിൽ അങ്ങനെ വലിയ സിംഗേഴ്സ് വന്നിട്ട് യൂസ് ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ നോർമലായിട്ടുള്ള ഒരു എന്താ പറയുക ഇതായിരിക്കും. നമുക്ക് എല്ലാവരിൽ നിന്നും എല്ലാ ഇമോഷൻസും എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില പാട്ടുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ടുകൾ എന്ന് പറയുന്നത് സിംഗറിനെ ഞാൻ യൂസ് ചെയ്യുന്നത് അയാളുടെ ലൈഫ് എക്സ്പീരിയൻസുകൾ കൂടി ആ പാട്ടിലോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് എനിക്ക് അയാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല, അത് ആ പറയുന്ന സിംഗേഴ്സിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗോവിന്ദ് പറയുന്നത് ഓരോരുത്തരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഒരാളുടെ അത് ഏത് സിംഗറും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അറിഞ്ഞോ അറിയാതെയോ അത് നമ്മളുള്ളിൽ കയറി വരും എന്ന് എനിക്ക് തോന്നുന്നു. ഇഫ് യുവർ ഭയങ്കര ജെനുവിനായിട്ടാണ് പാടുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും വരാമെന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. ലൈഫ് എക്സ്പീരിയൻസ് ത്രൂ എന്ന് പറയുമ്പോൾ എനിക്കിനി ഒരു വലിയ ഡൗട്ടുണ്ട്. ഗോവിന്ദിൻ്റെ പാട്ടുകൾക്കൊക്കെ ഒരു വല്ലാത്ത പെയിനുണ്ട്. ഗോവിന്ദ് എന്ന് പറയുമ്പോഴേ എവിടെയോ ഒരു ഉള്ളു വലിക്കുത് ആ ഒരു ഫീലാണ്. ഏതൊരു പാട്ട് ഇപ്പോൾ 96 കേട്ടാലും ഏറ്റവും നമ്മൾ മെയ്യഴകനൊക്കെ എടുത്താൽ അതിൽ കമൽ സാറിനെ കൊണ്ട് എന്താ പാടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കങ്ങനെ ഭയങ്കര, നമ്മളിപ്പം ഒരു സിനിമ കണ്ട് ഇറങ്ങി പോയി, പക്ഷെ പോയിട്ടും പിടിച്ച് നിർത്തി നമ്മളെ ഒന്ന് വേദനിപ്പിച്ച് കരയിപ്പിച്ച്, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും ഗോവിന്ദിനോട്, ഞങ്ങളെ കരയിപ്പിച്ച് വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണ് ആ പെയിൻ, എന്തിനാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് വേദനിപ്പിക്കാവോ, ഒന്ന് പാടാവോ? അത് ഏതെങ്കിലും മതി, പക്ഷെ ഇത്തിരി വേദനിപ്പിച്ചോ, പറഞ്ഞ സ്ഥിതിക്ക് ഇത്തിരി പെയിൻ ആയിക്കോട്ടെ. ഒരു പാട്ട് പാടാം. ഓക്കെ, വേദനിക്കോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കണം. ഈ മണലിൻ നെഞ്ചിൽ നേരുറവ പോലെ ഗാഫ് മേലാപ്പ് കാറ്റോശമിട്ടും നാടോ തേടിയൂരാകെ നീ കാലുവെന്തേക്കിനാവൊട്ടകങ്ങൾ മെയ്യും തമ്പിലെത്തുന്നുവോ പാടുക പാതകളെ ആനന്ദത്തിൻ തേരോടും ഔദൂറും വീണങ്ങളിൽ സ്വപ്നങ്ങൾ തൻ ഗാനങ്ങൾ ദൂരങ്ങൾ. എന്താ പെയിനായോ? ആയോ? അതിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹൈ പിച്ച് അങ്ങനെ വല്ലതും ഉണ്ടോ? വേദനിക്കാനായിട്ട് നമുക്ക് പിച്ച് കയറ്റണം എന്ന് വല്ലതും ഉണ്ടോ?
അതൊന്നും എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ല, പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ റോക്സ്റ്റർ മൂവി, പഴയ രൺബീർ കപൂറിൻ്റെ സിനിമ കണ്ടപ്പോൾ ആ സിനിമയിൽ രൺബീർ കപൂറിൻ്റെ ക്യാൻറ്റീനിൽ ഓണർ പറയുന്നുണ്ട്, വെറുതെ പാട്ടുകാരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഹാർട്ട് ബ്രേക്ക് വരണം, നമുക്കൊരു പ്രണയ നൈരാശ്യം വരുമ്പോഴാണ് പെയിൻ വരുന്നതെന്നും ആ പെയിനിലൂടെ ഒരു പാട്ടുണ്ടാവുള്ളൂ, പാട്ടുകാരനുണ്ടാവുള്ളൂ എന്ന്. ഈസ് ദാറ്റ് സോ? അങ്ങനെ നോക്കിയാൽ പ്രണയ നൈരാശ്യം വേണമെന്നല്ല, അങ്ങനെയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ കാര്യം, ഞാൻ ബേസിക്കലി എനിക്ക് ഇപ്പോൾ ഈ പറയുന്ന പാട്ടുകൾ പെയിൻഫുൾ ആണെന്ന് പറയുന്ന പാട്ടുകൾ എനിക്ക് സന്തോഷമാണ് തരാറ്. എനിക്കത് നോട്ട് നെസസറിലി സാഡ് സോങ്സ് ഫോർ മീ. ഇപ്പം ഞാൻ ഗ്ലൂമി സൺഡേയോ അല്ലെങ്കിൽ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കൊരു യൂഫോറിയാണ് കിട്ടുന്നത്. എനിക്കതിൽ നിന്ന് ഞാൻ സങ്കടപ്പെട്ട് കരയാനല്ല നോക്കാറ്. അതുകൊണ്ട് പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എന്നെ പലരും സേഡിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് എനിക്ക് ഒരു മെലങ്കളി ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടൊരു സ്പേസാണ്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് സ്പേസ് എന്ന് ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് എ ഗുഡ് സ്പേസ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നത് ഒരു സെർച്ച് ഉള്ളപ്പോഴാണ്. കണ്ടൻറ്റ്മെൻറ്റ് എന്നെ അധികം ഇൻസ്പയർ ചെയ്യാറില്ല ആസ് എ മ്യൂസീഷ്യൻ. എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുള്ളൂ. അതുകൊണ്ട് ഒരു ഹോൾ എപ്പോഴും ഫില്ല് ചെയ്യാതെ കിടപ്പുണ്ട്. ഓക്കെ. അപ്പം ഇനി സിത്താരയുടെ അടുത്ത് വരികയാണെങ്കിലും ഇതേപോലെ തന്നെ സിത്താരയുടെ തൊണ്ടയൊന്ന് ഇടറിയാൽ നമുക്കും നൊമ്പരം വരും, സിത്താര പ്രണയിച്ചാൽ നമുക്കും പ്രണയം വരും. അതാണല്ലോ ഒരു സിംഗറിൻ്റെ ശബ്ദത്തിലൂടെ ആ ഒരു ഭാവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രണയ ഗാനങ്ങളൊക്കെ ആലപിക്കുമ്പോൾ സിത്താര നമുക്കും പ്രണയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ചില ആൾക്കാർ പറയുന്നത് പോലെ നമ്മളും പ്രണയിച്ചാലേ പ്രണയം പുറത്തേക്ക് വരൂ, നമ്മളും നൊമ്പരപ്പെട്ടാലേ ആ നൊമ്പരം പുറത്തേക്ക് വരൂ. അങ്ങനെ ഒരു സംഭവം നമുക്കിപ്പം ഗോവിന്ദ് പറഞ്ഞ ആ നോട്ട് തന്നെ പറയാം. ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ ഏത് വികാരങ്ങളാണെങ്കിലും ഇതിനൊക്കെ വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള മാനസികാവസ്ഥയിലൊക്കെ ഉള്ള സമയത്തായിരിക്കും പലപ്പോഴും നമ്മളെല്ലാവരും ഒരു ജോലി എന്നുള്ള രീതിയിലൊക്കെ ഇത് ചെയ്യുന്നത്. അതല്ലാത്ത പേഴ്സണൽ മൊമെൻറ്റ്സ് നമുക്കൊക്കെ ഉണ്ടായിരിക്കും, പാട്ട് കേൾക്കുമ്പോഴാവട്ടെ, പാട്ട് പാടുന്ന. അല്ലാണ്ട് ഇപ്പം ശരിക്കും പ്രണയിക്കുന്നവരുണ്ടോ? അങ്ങനെ പാടി നടക്കാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന സിറ്റുവേഷൻസ് പോലെ അങ്ങനെ പുറത്ത് ഡാൻസ് കളിച്ച അങ്ങനെയൊന്നും അല്ലല്ലോ. ശരിയായിട്ടുള്ള പ്രണയികൾ ചിലപ്പോൾ വേറെ പോലെ ആയിരിക്കും. അവർ ചിലപ്പോൾ ഒരുമിച്ചൊന്ന് കൈപിടിച്ചിരിക്കുന്ന സമയങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പാട്ട് ഇത്തരം സന്ദർഭങ്ങളെ എംബലിഷ്മെൻറ്റ്സ് പോലെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ സിനിമാ സംസ്കാരത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണല്ലോ. അതെ. പാട്ട് പാട്ടായിട്ട് മാത്രം കേൾക്കുമ്പോൾ ഓരോരുത്തരും ഓരോ സമയത്ത് ഓരോ തരം വികാരങ്ങളായിരിക്കും. അത് പാടുന്ന ആൾ അതിലൂടെ കടന്നു പോകണം എന്നുള്ളതിൽ എനിക്കങ്ങനെ വിശ്വസിക്കുന്നില്ല. ഓക്കെ. ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു വളരെ ഒരു പേത്തോസ് ഉള്ള ഒരു പാട്ടാവട്ടെ, അല്ലെങ്കിൽ ഇപ്പം മോഹമുന്തിരി പോലത്തെ വളരെ സെലിബ്രേറ്റീവ് ആയിട്ടുള്ളൊരു പാട്ട് പാടുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ പേഴ്സണലി ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും വിഷമോ അങ്ങനെയൊക്കെയുള്ള സമയത്തായിരിക്കണം പാടിയിട്ടുണ്ടാവാൻ. ഇപ്പോൾ വേദികളിൽ നമ്മൾ പാടുന്നുണ്ട്, വേദിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ കുറേ കാര്യങ്ങൾ ആലോചിക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തകളിൽ നിൽക്കുമ്പോൾ. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ അവരുടെ സന്തോഷം അതിനൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കുമല്ലോ പാടുക. പക്ഷെ പാടുന്ന ആൾക്ക് അതേ മാനസികാവസ്ഥ വേണമെന്നുള്ള ഒരു നിർബന്ധം വിശ്വാസമില്ല. ഈ മോഹമുദ്രയൊക്കെ പാടുമ്പോഴേ നമ്മൾ സാധാരണ സിനിമ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിഷ്വൽസ് ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവില്ല, നമ്മളൊരു ബ്ലാങ്ക് അവസ്ഥയിൽ നിന്നിട്ടാണ് പാടുന്നത്. അത് പക്ഷേ അഭിനയിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, പാട്ടിൻ്റെ ഫീല് കിട്ടി, അതിനനുസരിച്ച് എക്സ്പ്രഷൻ ഇടാമെന്നാണ്. ഈ മോഹമുന്തിരി നമുക്കറിയായിരുന്നു എന്ന് തോന്നുന്നു, സണ്ണി ലിയോണിയാണ് വരുന്നത് എന്നുള്ളത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ കുറേ ട്രോള് നേടിയ ഒരു പാട്ടുണ്ടായിരുന്നു, ചിലങ്കകൾ തോൽക്കും എന്ന് പറഞ്ഞിട്ട് ഗോപി സുന്ദറിൻ്റെ സംഗീതം. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ അത് ഭജനാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ഭക്തിഗാനമാണെന്ന് വിചാരിച്ചു. പക്ഷെ അത് നമ്മൾ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് റോമ അവിടെ ആടി തകർക്കുന്ന ഒരു ഐറ്റം നമ്പറായിരുന്നു അത്. സോ അത് കഴിഞ്ഞിട്ടാണോ സിത്താരയും അത് അറിയുന്നത്, ഇതായിരുന്നോ ഇതിൻ്റെ സീൻ, എന്നാൽ ഞാൻ ഇതിൻ്റെ ഫീല് വേറെ കൊടുത്തേനെ, അങ്ങനൊരു നമുക്ക് ബ്രീഫ് ചെയ്ത് തരുന്ന കാര്യങ്ങളല്ലേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അത് തന്നെ സത്യത്തിൽ ഒരു സിനിമയിലെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സമയം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ സിനിമയുടെ ഗുണമാവട്ടെ ദോഷമാവട്ടെ, ഗുണം തന്നെ പറയണം, ദോഷമല്ല, ഗുണം എന്നുള്ളത് ശരിക്കും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ അതിന് തിരിച്ചു കിട്ടുന്ന ആൾക്കാരാണ് പാട്ടുകാർ. കാരണം ആ സിനിമയുടെ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സന്തോഷങ്ങളുടെയും ഭാഗമാവാൻ പറ്റുക നമുക്ക് വീണ്ടും ആ പാട്ടുകൾ പാടിയിട്ടുമൊക്കെ. അപ്പം നമുക്ക് തിരിച്ചിങ്ങോട്ട് അതിൻ്റെ ബ്രീഫ് തരുന്നതും വളരെ കുറച്ച്, ഇപ്പം ഡയറക്ടേഴ്സൊക്കെ ഒരു റെക്കോർഡിങ്ങിൽ പ്രസൻ്റ് ആവുന്നതൊക്കെ വളരെ അപൂർവം മാത്രമാണ്.
മ്യൂസിക് ഡയറക്ടേഴ്സാണ് പലപ്പോഴും ഇത് പറഞ്ഞു തരിക. അവർക്കും ഇൻഫോർമേഷൻസ് കിട്ടണോടത്ത് നിന്നല്ലേ നമുക്കിത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് വളരെ മാജിക്കലായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു 4 ചുമരിൻ്റെ അകത്ത് നിന്നിട്ട് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം ഓക്കെ ഈ സീൻ കണ്ടിട്ടാണ് ഈ പാട്ട് ഉണ്ടായത് എന്ന് തോന്നുന്ന തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം നമുക്ക്. അങ്ങനത്തെ ഇതുകളുണ്ടല്ലോ ചില പാട്ടുകൾ കേൾക്കുമ്പം ഇതിൻ്റെ സീൻസ് ഷൂട്ട് ചെയ്തതിന് ശേഷമാണോ എഴുതിയത്, അതിന് ശേഷമാണോ പാട്ടുണ്ടായതെന്ന് തോന്നുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള, അത് വളരെ മാജിക്കലായിട്ട് തോന്നും. അപ്പം അത് സ്കിൽഡ് ആയിട്ടുള്ള ഇത്രയും ടെക്നീഷ്യൻസ് അല്ലാതെ തോന്നിയിട്ടുണ്ടോ? അതായത് സിത്താരയ്ക്ക് അയ്യോ ഈ എക്സ്പ്രഷന് ഞാൻ കുറച്ചും കൂടെ ഇൻപുട്ട് ഇടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അതോ തിരിച്ചും ഞാൻ ഇട്ട എക്സ്പ്രഷന് അവിടെ നിന്ന് കിട്ടിയില്ലല്ലോ കൈൻഡ് ഓഫ്? അങ്ങനെയല്ല, ഞാൻ പാടിയ പാട്ടുകളൊക്കെ പാട്ട് കേൾക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് പാടുന്നവർക്കോ അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ പാട്ടാണല്ലോ, അത് സിനിമയായിട്ട് ചേർത്തിട്ട് ചിലപ്പോൾ മൂന്നാമതൊരാൾക്കേ കാണാൻ പറ്റുള്ളൂ. എനിക്കൊക്കെ തിയേറ്ററിൽ പോയിട്ട് ചിലപ്പോൾ പാടിയ പാട്ടുകൾ കേൾക്കുമ്പോൾ ആദ്യം കേൾക്കാൻ തന്നെ കിട്ടില്ല, ഒരു കുറച്ച് ബ്ലാങ്ക് ആയ പോലെ തോന്നും നമുക്ക്. അയ്യോ ഇത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ശബ്ദം ഇത് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യം, അതൊരു പാട്ട് മാറ്റി നിർത്തി കാണാനുള്ളൊരു അങ്ങനെ പറ്റിയില്ല. പിന്നെ പാടിയ പാട്ടുകൾ ഞാൻ അങ്ങനെ റീവിസിറ്റ് ചെയ്ത് അതിനെ അങ്ങനെ ഇഴകീറി അങ്ങനെ ആലോചിക്കാറുമില്ല. പാടിയ പാട്ടുകൾ അത് പാടി കഴിഞ്ഞു, ആളുകൾ അത് ഇഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അത് ഇഷ്ടക്കേടുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാന്നല്ലാണ്ട് പിന്നെ പോയിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കാറില്ല. ഏത് ജോണറാണ് ശരിക്കും സിത്താരയുടെ വോയിസിന് ചേരും, അല്ലെങ്കിൽ ഏത് ഭാവമാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾക്ക് കേൾക്കുമ്പോഴത്തേക്കും സിത്താരയുടെ പല ഭാവങ്ങൾ കണ്ടിട്ടുണ്ട്, നമുക്കിഷ്ടമാണ്. പക്ഷേ സിത്താരയ്ക്ക് ഉണ്ടാവുമല്ലോ മനസ്സിനകത്ത്. ഞാൻ ചിലപ്പോൾ കുറച്ചും മുമ്പ് ഗോവിന്ദ് പറഞ്ഞ പോലെ ഗോവിന്ദിന് ആ ഒരു പെയിനാണ് കുറച്ചും കൂടി ഇമോട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ എനിക്ക് പാട്ടുകൾ ഉണ്ടാക്കാനാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്പേസിലാണെങ്കിൽ എപ്പോഴും ചിലപ്പോൾ ഈ പ്രിമിറ്റീവ് ഫോക്കിൻ്റെയും റിഫൈൻഡ് ക്ലാസിക്കലിൻ്റെ ഒക്കെ ഇടയ്ക്കുള്ളൊരു സ്ഥലമുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമാണ് എക്സ്പെരിമെൻ്റ് ചെയ്യാനൊക്കെ. അല്ലാണ്ട് സിനിമയിൽ പാടാൻ പാട്ടുകൾ കിട്ടുമ്പോൾ അതിൽ ആ തീരുമാനത്തിൽ ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല. ചില സമയത്ത് ഞാൻ അവിടെ എത്തുമ്പോൾ ഭയങ്കര നമുക്ക് കൺഫ്യൂസ്ഡ് ആവും, ഇത് എന്ത് തരം പാട്ട് പാടാനായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ. ചിലർ മാത്രമാണ് നേരത്തെ പാട്ട് അയച്ചു തരുന്നതൊക്കെ. ഗോവിന്ദൊക്കെ ഡെഫിനറ്റ്ലി പാട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം അതിനൊരു വേറെ ഒരു ഫണ്ണുണ്ട് അതിൽ. ഓക്കെ, ഒരു വോക്കൽ ആക്ടിങ് പോലെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പലതരം കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അത് ചിലതൊക്കെ അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ പാടി നോക്കൂ എന്നൊക്കെ ഉള്ളത്. ഇത് തീരെ പറ്റാത്തതാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്നങ്ങനെ പറയാറുമുണ്ട് ഞാൻ. ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ്, നിങ്ങൾ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ്, രണ്ടുപേരും സിനിമ സംഗീതവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. എനിക്കൊന്ന് ഗോവിന്ദ് ഇടയ്ക്ക് വെച്ച് സിനിമ സംഗീതമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയ ആളാണ് ഇല്ലേ? അത് കഴിഞ്ഞൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും സിനിമയിൽ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചല്ല പാട്ടുകൾ പോവുക. നമ്മളിപ്പോൾ നമ്മളുടെ ഒരു ജോണർ ഏതാണെങ്കിലും സിനിമയിൽ അവർ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ച് അതിൽ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇട്ടിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരണ്ടായി. ഇല്ല, അത് ഇട്ടിട്ട് പോയി എന്നല്ല, എക്സ്പീരിയൻസ് കുറച്ച് വിരോധാഭാസമാണ്. ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല ആദ്യത്തെ 1-2 സിനിമകളുടെ എൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേ ഞാനത് ബ്രേക്ക് എടുക്കാനുള്ള മെയിൻ കാരണം എനിക്കൊരു പ്രിവിലേജ് ഉണ്ടായിരുന്നു, എനിക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു, എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് വേറെ ജോലി എടുക്കേണ്ട അത്യാവശ്യമില്ലാത്തത് കൊണ്ട്, പട്ടിണി ആവില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ സിനിമ വിട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ സിനിമയെ ഞാനൊരു ജോലിയായിട്ട് കാണുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ അതൊരു ജോലിയായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിനിമയിലോട്ട് തിരിച്ചു വരുന്നത് ബേസിക്കലി ആഫ്റ്റർ 96 ആണ്. 96 തിരിച്ചു വരാനുള്ള സിനിമയായിട്ട് ചെയ്തതല്ല. ആ സിനിമ ഹിറ്റായപ്പോൾ ഈ പരിപാടി കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സിനിമകൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു ജോലി ആണ് എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് ഇനിയിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് സിനിമയിൽ തുടരാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ. 96 എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും അത്യാവശ്യം ഡ്യൂറേഷനുള്ള പാട്ടുകളാണ് അല്ലേ? ഒരു 7 minutes to അങ്ങനത്തെ ഒരു ഡ്യൂറേഷൻ ഉള്ളതാണ്. പക്ഷേ നോർമലി ഒരു മ്യൂസിക് ഡയറക്ടർക്ക് അതിലൊക്കെ കുറച്ചിത്തിരി റെസ്ട്രിക്ഷൻ ഉണ്ടാവാറുണ്ടാവും. ഒരു 4 minute സിനിമയെ പുറത്ത് സിനിമ വെച്ചിരിക്കും. അത് ഓരോ സിനിമകളുടെയും പിന്നിലുള്ള ഐഡിയോളജികൾ അനുസരിച്ചിരിക്കും പാട്ടിൻ്റെ ലെങ്ത്തുകൾ. പക്ഷേ ജനറലി 3.5 minute 4 minute ഒരു 95% സിനിമകളിലും അത്രേ സമ്മതിക്കാറുള്ളൂ. ബിക്കോസ് റേഡിയോകൾ അത്രേ പ്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അത്രയും ഡ്യൂറേഷൻ മതി എന്ന് സിനിമാക്കാരൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്യൂറേഷൻ ചില സമയത്ത് ഇപ്പം എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു
സൗണ്ട് സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഒരു 2-2.5 മിനിറ്റ് കഴിയുമ്പോൾ പാട്ട് തുടങ്ങിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ അത് ഞാൻ സംഗീതം ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ഞാൻ സിനിമയുടെ 2.5 മിനിറ്റേ പോകും. അപ്പോൾ അത് ആ ജോലി സ്ഥലത്തുള്ള നിയമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റോളുകളിൽ പെടുന്ന ഒന്നാണ് അതിനെ കൺസ്ട്രെയിൻസിൽ വെച്ച് ചെയ്യാന്നുള്ളത്. ഇപ്പോഴാണെങ്കിൽ സിനിമകളുടെ ലെങ്ത് കുറഞ്ഞു വരുന്നുണ്ട്. സോ അതുകൊണ്ട് അത് നമ്മൾ അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് എൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ളതാണ്. അതൊരു ഡേഞ്ചർ സോൺ ആണോ? അതായത് ഇപ്പം സിനിമ ഒക്കെ മൊത്തം മാറി. ഇപ്പോൾ സിത്താരയാണെങ്കിലും പ്ലേ ബാക്കിലേക്ക് വന്നപ്പോഴത്തേക്കും 2007 മുതൽ നമ്മൾ പ്ലേ ബാക്കിലുണ്ട്. അതുപോലെ തന്നെ ഗോവിന്ദാണെങ്കിലും ഏതാണ്ട് 2012 മുതലൊക്കെ എന്ന് പറയാം, അല്ലേ, മ്യൂസിക് ഡയറക്ഷനൊക്കെ ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സിനിമ മാറി, സിനിമയിലെ പാട്ടുകൾ മാറി, പാട്ടുകൾ ആസ്വദിക്കുന്ന രീതി നമ്മളൊക്കെ മാറി. ആസ് എ ലിസണർ നമ്മളെല്ലാവരും മാറി. ഇപ്പോൾ പാട്ടുകൾ വരുന്നത് പോലും ചിലപ്പോൾ ക്ലൈമാക്സിലായിരിക്കും. നമ്മളുടെ പാട്ട് അടിയിൽ കൂടെ പോവും, ക്ലൈമാക്സ് ഇവിടെ നടക്കും. അപ്പോൾ പാട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോവുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? പാട്ട് ഇപ്പോൾ കുറച്ചും പറഞ്ഞാൽ പാട്ടൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ അല്ല, മാറ്റം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഞാനിത് തുടങ്ങിയത് 2008 ആണ്. ഞാൻ സിനിമയിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. മേ ബി നമ്മുടെ ജനറേഷൻ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ചേഞ്ചുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് പ്രോഗ്രാമിംഗ് പരിപാടികളൊക്കെ ഭയങ്കര, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ ഭയങ്കര വ്യാപകമായിട്ട് തുടങ്ങിയ സമയത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു റെവല്യൂഷൻ സംഭവിച്ചിരുന്നു. അത് കഴിഞ്ഞ് കോവിഡ് എന്നുള്ള സംഭവം വന്നതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതിയിൽ തന്നെ ഈ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് മ്യൂസിക്കിൽ മാത്രമല്ല, നമുക്ക് ചുറ്റും എല്ലാം മാറിക്കഴിഞ്ഞു. അപ്പോൾ മ്യൂസിക്കിൽ എന്തുകൊണ്ട് മാറ്റം വന്നു എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അത് ലോകം മാറിയതിൻ്റെ ഭാഗമായിട്ട് സിനിമ ഈസ് എ മിറർ ഓഫ് ദ സൊസൈറ്റി. അതെന്തായാലും മാറിയിരിക്കും. അപ്പോൾ അതിൽ പക്ഷേ അത് നല്ലതാണോ ചീത്തയാണെന്ന് ജഡ്ജ് ചെയ്യാൻ നമ്മളിവിടെ സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മാറ്റമാണെന്ന് അംഗീകരിക്കുകയും അതിനെ എങ്ങനെ എംബ്രേസ് ചെയ്യാം നല്ല രീതിയിൽ ആസ് എൻ ആർട്ടിസ്റ്റ്, അതിനെ എസ്തെറ്റിക്കലി എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്ന് മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനെതിരെ ഈ പോകാനുള്ള പ്ലാനൊന്നും എനിക്കില്ല. നിങ്ങൾ തിരിച്ചു വരൂ എന്ന് പറയുന്നതിനേക്കാളും പോകുന്ന വഴിയിൽ പോകുക എന്നുള്ളതാണ്. അല്ല, പോകുന്ന വഴിക്കെന്നല്ല, അത് മാറ്റം വളരെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ. നമ്മളതിനെ നമ്മളെല്ലാം ഇങ്ങനത്തെ ചർച്ചകളെല്ലാം മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സിനിമയായിട്ട് ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണത്. ഇപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് മാറിയിട്ടുണ്ട്, അല്ലേ? അപ്പം ആ ചേഞ്ചൊക്കെ സിനിമാ സംഗീതത്തിലും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. വളരെ ബേസിക് ആയിട്ടുള്ള. ഓക്കെ, എന്തായാലും മറ്റൊരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണല്ലോ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. സിത്താര മ്യൂസിക് ഡയറക്ഷനും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സിനിമയിൽ പക്ഷേ വളരെ കുറവായിട്ടാണ് ചെയ്യുന്നത്. വൈ സിത്താര എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് തൻ്റെ ഒരു ഇതിപ്പോൾ എൻ്റെ കാര്യം വിട്ടേക്കും. ഞാൻ ഒരു കമ്പോസർ ആവുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എല്ലാവരോടും സുഹൃത്തുക്കളോടൊക്കെ അത് വളരെ ഭാരിച്ചൊരു കാര്യമാണ്. കാര്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിന് വളരെ ടെക്നിക്കൽ നോളജ് വേണം. ഇപ്പം എന്നോട് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഞാൻ 2007 പാടാൻ തുടങ്ങി. ഗോവിന്ദിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ചിലപ്പോൾ ആദ്യത്തെ സിനിമയായിരിക്കാം. പക്ഷെ അതിന് മുമ്പ് എത്രയോ വർഷങ്ങൾ ഗോവിന്ദ് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പരിചയത്തിൽ നിന്നാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പോസറായിട്ട് ഒരു സിനിമയിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് പഠനവും ഒരുപാട് എക്സ്പീരിയൻസും ഏറ്റവും എന്താ പറയുക, ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് പ്രോഗ്രാമേഴ്സ് ആവട്ടെ, നമ്മൾ കാണുന്നതാണ്. അപ്പം വർക്ക് സ്പേസിൽ അപ്പം അത്രയും പരിചയത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത്. ആ സിനിമയുടെ ഇത്രയും ഇമോഷൻസ് ഒക്കെ ക്യാരി ചെയ്യാനുള്ളൊരു പരുവത്തിലേക്ക് ഇവർ വരുന്നത്. അപ്പം അങ്ങനെ പരുവപ്പെട്ട ഒരാളല്ല ഞാൻ. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ഏറ്റവും സ്വാതന്ത്ര്യം തോന്നുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ക്രോഡീകരിച്ച് അതിനനുസരിച്ചൊരു പാട്ടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഇൻഡിപെൻഡൻറ്റ്. പക്ഷേ എന്നാൽ എനിക്ക് ആഗ്രഹമുള്ള തരം പാട്ടുകൾ ഉണ്ട് താനും. അവിടെയാണ് ഈ ഒരു എന്താ പറയുക, ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ബാൻഡ് മെമ്പേഴ്സും ഒക്കെ ആയിട്ട് പാട്ടുണ്ടാക്കുമ്പോഴൊരു ഫ്രീഡം എൻജോയ് ചെയ്യുന്നത്. പക്ഷേ തീർച്ചയായിട്ടും സ്ത്രീകൾ ഇപ്പം ഒരുപാട് പേര് ഇതേ പരിചയത്തോടെ പ്രോഗ്രാമേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടും ഒക്കെയുള്ള പരിചയത്തോടെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ആ ഒരു മുൻപരിചയം പെൺകുട്ടികൾക്ക് ഇത്തിരി വ്യത്യാസത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. ആൺകുട്ടികൾ ഈ ജോലി ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ഇപ്പം സൗണ്ട് എഞ്ചിനീയേഴ്സായിട്ടും പ്രോഗ്രാമേഴ്സായിട്ടും ടെക്നീഷ്യൻസായിട്ടും പെൺകുട്ടികൾ അധികം ഒന്നും ചൂസ് ചെയ്തിരുന്നില്ല കുറച്ച് മുമ്പ് വരെ ആ ജോലീനെ. ഇപ്പം അവരത് ചെയ്ത് തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അങ്ങനത്തെ കമ്പോസേഴ്സ്, ഫീമെയിൽ കമ്പോസേഴ്സിൻ്റെ എണ്ണം ഇനി കൂടുതൽ ഉണ്ടാവും. അത് ഉണ്ടാവുകയും വേണം. അതെ. ഗോവിന്ദിൻ്റെ വീട്ടിലേക്ക് പോയാൽ ഗോവിന്ദിൻ്റെ വീട്ടിലൊരു ഫീമെയിൽ ലിറിസിസ്റ്റ് ഉണ്ടല്ലോ, ധന്യ ആണ് മിക്ക വർക്കുകൾക്കും ലിറിക്സ് എഴുതുന്നതും ഒക്കെ. ഈ പറയുന്ന പോലെ നമ്മളൊരു പാട്ട് പൂർണ്ണമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ. ഈവൻ അതിനകത്ത്
ഇൻസ്ട്രുമെൻസിൻ്റെ സെലക്ഷൻ അടക്കം, പാട്ടുകാരുടെ സെലക്ഷൻ അടക്കം, വരികളുടെ സെലക്ഷൻ അടക്കം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം മെയ്യഴകൻ എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ, മെയ്യഴകനിൽ എനിക്ക് ഏറ്റവും ഹഠാത് ആകർഷിച്ച ഒരു സീനെന്ന് പറയുന്നത് ആ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഇമോഷന് യൂട്ടിലൈസ് ചെയ്തൊരു രീതി, അത് മ്യൂസിക്കലിയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു വയലിനും ഫ്ലൂട്ടും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ അത് ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സെലക്ഷൻ, ഞാൻ ഇന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാം എന്നൊക്കെയുള്ളൊരു തോട്ട് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്? അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് പ്രിപ്പറേഷൻ എടുത്തിരുന്നത് എന്താ വെച്ചാൽ, ഞാൻ റോൺറോക്കോ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റ് മേടിച്ചിരുന്നു. ഒരു ഗുസ്റ്റാവോ സാൻഡലോള എന്ന് പറയുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. പുള്ളി ഐ തിങ്ക് അർജൻറ്റീനിയൻ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ പുള്ളി എപ്പോഴും വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് റോൺറോക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ബൊളീവിയെന്ന് മേടിച്ച് അതിലാണ് ഈ സൈക്കിൾ തീം ചെയ്തത്. അതിൽ കേൾക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് മേജർലി വരുന്ന ആദ്യ ഇൻസ്ട്രുമെൻറ്റ് ഇതാണ്, റോൺറോക്കോ എന്ന് പറയുന്നതാണ്. സോ അതിനകത്ത് കമ്പോസ് ചെയ്തതാണ് അത്. അതല്ലാതെ ആ ഇൻസ്ട്രുമെൻ്റാണ് പ്രിഡോമിനൻ്റ്ലി കേൾക്കുന്നത്. പക്ഷേ എനിക്ക് ആ ഇമോഷൻ വൈസ് എനിക്ക് അതിനകത്ത് വേണ്ടിയിരുന്നത് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് എക്സൈറ്റ്മെൻറ്റ് അത്ര, ഞാനതിൻ്റെ വേറെ ഒരു എന്താ പറയുക ഭയങ്കര കൂലങ്കുഷമായിട്ട് ആലോചിക്കേണ്ട ഒരു ഇതിലോട്ട് ഞാൻ പോയില്ല. എനിക്കൊരു ചെറിയ കുട്ടികളുടെ ഏറ്റവും എന്താ പറയുക കോറായിട്ടുള്ള എലമെൻറ്റ് എന്ന് ഞാൻ കണ്ടിരിക്കുന്നത് എക്സൈറ്റ്മെൻ്റ് ആണ്. ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് എവറിത്തിങ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ മ്യൂസിക്കിൽ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി. അത് ഇമോഷണലായിട്ടുള്ള ഒരു രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഭയങ്കര ലൗഡല്ലാത്ത ഒരു ഇന്നസെൻ്റ് ആയിട്ട് കേൾക്കുമ്പോൾ തോന്നണം എന്നുള്ളത് കൊണ്ട് വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആണ് അത്. ഒട്ടും ഇലക്ട്രിക് ഭാവങ്ങളില്ലാത്ത ഫ്ലൂട്ടും വയലിനും ഒക്കെ പറയുന്നത് വളരെ പ്രിഡോമിനൻ്റ്ലി നമ്മളെല്ലായിടത്തും കേട്ട് വളരുന്നത്. ഇപ്പോൾ ബേസിക്കലി നമുക്ക് ഫ്ലൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ രാജാസാറിലോട്ട് വിദ്യാസാഗറിലോട്ടൊക്കെ പോകും കേൾക്കുമ്പോൾ, എനിക്ക് അറ്റ്ലീസ്റ്റ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ ഒരു നൊസ്റ്റാൾജിയ ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഫ്ലൂട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് ഫ്ലൂട്ടാണ് പേഴ്സണലി എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഇൻസ്ട്രുമെൻറ്റ് ടു യൂസ് ആസ് എ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്. ഫ്ലൂട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടം മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ. എൻ്റെ കൂടുതൽ പാട്ടുകളിലും ഫ്ലൂട്ടായിരിക്കും. അത് ആൾക്കാർ എന്തുകൊണ്ടാണ് വയലിൻ എന്ന് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ഗോവിന്ദൻ്റെ കയ്യിൽ ഞങ്ങൾ എപ്പോഴും വയലിനാണ്. അത് ഞാൻ ബാൻഡിൽ വയലിൻ വായിക്കുന്നതുകൊണ്ടായിരിക്കണം. എൻ്റെ പാട്ടുകളിൽ വയലിൻ ആക്ച്വലി ഫ്ലൂട്ടിനേക്കാളൊക്കെ വളരെ കുറവാണ്. അതെ, പക്ഷേ എനിക്ക് ഗോവിന്ദൻ്റെ വയലിനെ പറ്റി പറയുകയാണെങ്കിൽ, വയലിൻ പഠിച്ചത് അങ്ങനെ ആക്സിഡൻ്റലി വയലിൻ പഠിക്കുകയും അല്ലേ, ഗിറ്റാർ പഠിക്കണമെന്ന് അതൊരു വലിയൊരു രസമുള്ളൊരു കഥയാണ്. ഗിറ്റാർ പഠിക്കണമെന്ന മോഹവുമായി കുട്ടി ഗിറ്റാർ ക്ലാസ്സിൽ പോകുന്നു, പക്ഷെ അവിടെ സാർ ഇല്ലായിരുന്നു. അങ്ങനെ വീട്ടിലിരുന്ന വയലിൻ പഠിക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ഗിറ്റാർ എന്തുകൊണ്ട് പഠിക്കാൻ ഇഷ്ടമെന്ന് ചോദിച്ചാൽ, കോളേജിലൊക്കെ പെൺകുട്ടികളൊക്കെ അട്രാക്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഗിറ്റാറാണ്. സോറി, വൈഫ് മുമ്പിൽ കുടുംബം കോളേജിലൊന്നും പോയിട്ടില്ല ഞാൻ. അപ്പം ഞാൻ ഗിറ്റാർ വായിക്കാൻ പഠിക്കാനുള്ള കാരണം, ഗിറ്റാർ ആഗ്രഹം ബേസിക്കലി മെറ്റാലിക്ക എന്നുള്ള ബാൻഡായിരുന്നു. മെറ്റാലിക്ക, ലക്കീലി ആ സമയത്ത് കേട്ടുകൊണ്ടിരുന്നിരുന്ന എൻ്റെ റോക്ക് സ്റ്റാറുകളായിരുന്നു. അപ്പോൾ അവരെ റെപ്രസെൻ്റ് ചെയ്യാം. ഗിറ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് സംഭവം എന്നുള്ളൊരു സാധനം തലയിലുള്ളതുകൊണ്ടാണ് ഗിറ്റാർ പഠിക്കണം എന്നുള്ളത്. ഒരു ഷോ ഓഫ് എന്നുള്ളത് തന്നെയായിരുന്നു ഫസ്റ്റ് ഐഡിയ. ഈ പറഞ്ഞ യുവജനോത്സവങ്ങളിൽ ഗിറ്റാർ വായിക്കാന്ന് പറഞ്ഞാൽ അയാളത് ഇംഗ്ലീഷുകാരനാണെന്നുള്ളൊരു കാരണം ഒരു സംഭവം. നമ്മൾ സൂര്യനെയൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണല്ലോ, പുള്ളി കയ്യിലിങ്ങനെ സൂര്യ സാറൊക്കെ വരുന്നു കുറെ കഴിഞ്ഞിട്ടാ. ഓക്കെ, പക്ഷേ ഇപ്പം കയ്യിലിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 1.5 വർഷമേ വയലിൻ പഠിച്ചുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സെൽഫ് ടോട്ട് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വയലിനാണ് എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെയും കിങ് എന്നാണല്ലോ പറയുക. ഏറ്റവും കൂടുതൽ ഇമോഷൻസിനെ പറയും, അങ്ങനെയല്ലേ? കിങ് ഓഫ് ഓൾ ദ ഇൻസ്ട്രുമെന്റ്സ് അല്ലേ? കിങ് ഓഫ് ഓൾ ദ ഇൻസ്ട്രുമെന്റ്സ് അല്ലേ വയലിൻ? എനിക്കറിയില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു ധാരണ. എൻ്റെ ഒരു മനസ്സിൽ എല്ലാ ഇമോഷൻസിനെയും ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാണിക്കാനും സാഡ് പാത്തോസ് വായിക്കാനും ഒക്കെ അല്ലേ. സിത്താരയ്ക്ക് എന്താ തോന്നുന്നു? സിത്താരയുടെ ഇഷ്ടമുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാ? അല്ല, ഓരോ സന്ദർഭങ്ങളിൽ ഓരോ പോലെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി വയലിൻ ഭയങ്കര ഇഷ്ടമാണ്, വീണ, അതൊക്കെ എവിടെ ഉപയോഗിക്കുന്നു, ആരുപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ആ ഒരു ചില രാഗങ്ങൾ ചില ഇൻസ്ട്രുമെൻറ്റിൽ കേൾക്കാൻ ഇഷ്ടം തോന്നും, അങ്ങനെയൊക്കെ. ഞാനിപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഗോവിന്ദിനോട് തന്നെ ചോദിക്കണം തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഗോവിന്ദിൻ്റെ ചില പാട്ടുകൾ ഇപ്പോൾ പ്രദീപ് കുമാറിനെ പോലെയുള്ള സിംഗേഴ്സൊക്കെ പാടുമ്പോൾ പോലും അദ്ദേഹം തന്നെ ഒരു കമ്പോസറാണ്, പക്ഷേ അതിനുള്ളിൽ ഗോവിന്ദിനെ ഇങ്ങനെ കേൾക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ പാടി കൊടുക്കും ആക്ച്വലി. സിത്താര ഞാൻ പാടിയതല്ല അയച്ചുതരാറ്.
ഇപ്പം ഞാൻ പാടുമ്പോൾ എനിക്ക് എന്ത് ഫീലാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഈ ഫീലിലാണ്, ഈ സ്പേസിലാണ് എനിക്ക് പാട്ട് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ച് മേടിക്കാറുണ്ട്. ആദ്യം തന്നെ പാട്ട് അയച്ചു കൊടുത്ത് പാട്ട് പഠിച്ചു വരാൻ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ കേട്ട പോലെ ആയിരിക്കും, ഐ മീൻ എൻ്റെ വോയിസിലുള്ള പോലെ ആയിരിക്കും പലപ്പോഴും അവർ പഠിക്കുക. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഇൻറ്റോനേഷൻസും അതേപോലെ പല കമ്പോസേഴ്സിനെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ പാടിയ ഗായകരുടെ ഉള്ളിൽ കൂടെ ഈ കമ്പോസറിനെ ഇങ്ങനെ കേൾക്കാൻ പറ്റും. നേരെ മറിച്ച് ഗോവിന്ദ് ബിജു ബാലേട്ടൻ്റെ ഒരു പാട്ട് പാടിയപ്പോൾ ബിജു ബാലേട്ടനെ കേൾക്കാൻ പറ്റുന്നുണ്ട് അതിനകത്ത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഗോവിന്ദിനെ പറ്റി മറ്റു സിനിമ ക്രൂ പറയുന്നത് ഗോവിന്ദ് എല്ലാ പാട്ടുകൾക്കും ഒരു ട്രാക്ക് പാടിയിടുമെന്ന് തോന്നുന്നു. ഈ ട്രാക്ക് കേട്ട് കഴിയുമ്പോൾ അവർ ഈ ശബ്ദത്തിൽ അഡിക്റ്റഡ് ആവും. പിന്നെ അവിടെ വന്ന് വേറൊരാൾ പാടിയാലും അതങ്ങനെ ഏക്കാത്തതുപോലെ അതൊരു വലിയ ചാലഞ്ച്. അത് ആക്ച്വലി ഒരു പ്രശ്നമാണ്. അതെനിക്ക് മാത്രമല്ല, അത് ഒരുപാട് പേർക്ക് ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ അതായത് ഇവർ ഷൂട്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടായിരിക്കും. ഒരു മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം ഇതെടുത്ത് കേട്ടിട്ട് പിന്നെ വേറൊരു സിംഗർ പാടി വേറൊരു റെപ്രസെൻറ്റേഷൻ അതിനകത്ത് വരുമ്പോൾ ഇവർ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ പാടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് പാട്ടുകൾ. അത് വേറെ പല മ്യൂസിക് ഡയറക്ടേഴ്സും നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഗോവിന്ദ് ഇടയ്ക്ക് പൊട്ടയിട്ടൊക്കെ പാടിക്കളയോ? അങ്ങനെ ചെയ്യാറില്ല. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പാട്ടാണല്ലോ. അല്ല, ഇനി അങ്ങനെ ഒരു ഇത് വേണ്ട, എന്നെ തന്നെ ഉപയോഗിക്കണ്ട, മറ്റുള്ള ആൾക്കാർ പോട്ടെ. ഞാൻ എന്നെ ചൂസ് ചെയ്യാറില്ല. വളരെ റെയർലിയേ ഞാൻ എൻ്റെ പാട്ട് പാടാൻ ചൂസ് ചെയ്യാറുള്ളൂ. വളരെ സെലക്റ്റീവായിട്ട് എനിക്ക് പാടണമെന്ന് തോന്നിയ 3-4 പാട്ടുകളേ ഉണ്ടായിട്ടുള്ളൂ. അത് ഞാൻ പാടിയിട്ടുണ്ട്. ഓക്കെ. അല്ലെ, ഒരു മ്യൂസിക് ഡയറക്ടർ സിംഗർ കൂടെ ആകുമ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണത്. വേറൊരാൾ പാടിയാൽ നമുക്ക് പിടിക്കുമോ, നമുക്കത് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഇത്രയും കൂടെ ഞാനാണെങ്കിൽ അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവില്ല. എനിക്ക് കൊളാബറേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഞാനൊട്ടും എൻ്റെ വർക്ക് സ്പേസ് എന്നെ ക്ലോസിലി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഞാനൊട്ടും എന്താ പറയുക, എൻ്റെ മ്യൂസിക് സ്റ്റൈലായാലും എനിക്കൊട്ടും പെർഫെക്ഷൻ അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കറിയില്ല. എനിക്ക് കുറേ നേരം ഇരിക്കാൻ അറിയില്ല ഒരു സാധനത്തിനകത്ത്. ഞാൻ ഒരു പാട്ടിനകത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് റെക്കോർഡിങ് സ്പേസിൽ പോയിട്ട് ഒന്നാമത്തെ ഞാൻ പാട്ട് അയച്ചു കൊടുക്കുന്നതുകൊണ്ടായിരിക്കും പലപ്പോഴും ഞാൻ വിചാരിക്കുന്ന സാധനം എനിക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഐ ആം ഓപ്പൺ ഫോർ ഇംപ്രവൈസേഷൻസ് ആൻഡ് എവരിതിങ്. എനിക്കങ്ങനെ ഞാൻ ആലോചിച്ചത് തന്നെ വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഒരു പാട്ട് ജനിക്കുന്നതിന് മുമ്പ് വരെ ആ പാട്ട് എങ്ങനെ വേണമെങ്കിലും ആവാമല്ലോ. ആ പാട്ട് ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെ വേണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ഇങ്ങനെ വേണ്ട അങ്ങനെ വേണ്ടെന്ന് ഞാൻ ഭയങ്കര ശാഠ്യം പിടിക്കാറില്ല. ഒരു ഫ്ലൂയിഡായിട്ടുള്ള പ്രോസസ്സാണ്. ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സിത്താരയും ഉടലാഴം ചെയ്തപ്പോൾ അതിനകത്ത് പാട്ട് ഭയങ്കര ഒരു ഇങ്ങനെ തറച്ച് കയറുന്നൊരു പാട്ടാണല്ലോ. പൂമാതെ ആ പാട്ട് ഒന്ന് പാടുക ഒരു വരി. പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാല്, പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാല്, കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും, കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും. ഭയങ്കര സോളുള്ള ഒരു പാട്ടാണ് ആ പാട്ട്. ജോത്സ്നേനെയും പുഷ്പവതിനെയും ചേർത്താണ് പാടിയിരിക്കുന്നത്. വേണമെങ്കിൽ സിത്താരയ്ക്ക് വിചാരിക്കുക ഞാൻ മ്യൂസിക് ചെയ്ത് വേണമെങ്കിൽ പാടാം. പക്ഷെ എവിടെയാണ് ഇപ്പം പുഷ്പവതിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയത് ജോത്സ്നേനെ നമ്മൾ അങ്ങനത്തെ ഒരു ജോണറിലൊന്നും അധികം കണ്ടിട്ടില്ല. അപ്പം എങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ പോയത്? ജോത്സ്നയ്ക്ക് ഇത് പറ്റും, ഇത് പുള്ളിയാൻ പറ്റും എന്നുള്ളൊരു തോന്നലില്ലേ? അത് വളരെ മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന 2 ഗായകരാണ് ഇവർ രണ്ടുപേരും. അപ്പം ഈ പാട്ടിന് അതിൻ്റെ ഒരു സന്ദർഭത്തിൻ്റെ ഒരു ചെറിയ കോൺട്രാസ്റ്റ് ഉണ്ട്. ഒരു എന്താ പറയുക, വളരെ റോ ആയിട്ടുള്ളൊരു സിംഗിങ്ങും ആവശ്യമുണ്ട്, എന്നാൽ കുറച്ച് പോളിഷ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വരുമ്പോൾ അത് നല്ല രസമായിരിക്കും തോന്നിയിട്ട് മിഥുൻ ജയരാജും കൂടി ചേർന്ന് ഞാനത് ചെയ്തേക്കണം. അപ്പം മിഥുൻ ഞാൻ ഒരുമിച്ച് എടുത്ത ഡിസിഷനാണ്. അത് പാടുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇപ്പുറത്തിരുന്ന് കേൾക്കുമ്പോഴേ അതൊരു വേറെ എന്താ പറയുക, വേറൊരു തരം ഹാപ്പിനെസ്സാണ്. അത് അങ്ങനെയൊന്നും വളരെ അപൂർവമായിട്ടല്ലേ എനിക്കൊക്കെ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ബൂത്തിനകത്ത് നിന്ന് പാടുക മാത്രമല്ലേ ചെയ്യണേ. അപ്പോൾ ഇവരത് ആ പാട്ടിനെ ട്യൂണിനെ സ്വന്തം പോലെ കരുതി സ്നേഹിച്ച് അത് തിരിച്ച് പാടുന്നത് കേൾക്കുമ്പം പിന്നെ അത് നല്ല രസമല്ല. ഇപ്പം നേരത്തെ ഗോവിന്ദ് പറഞ്ഞ മാതിരി ഇത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും അവരുടെ വർഷങ്ങളുടെ പരിചയമൊക്കെ അറിഞ്ഞോ അറിയാതെയോ അതിൽ ഇൻപുട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു ചെറിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടം നമ്മൾ പരസ്പരം 2 മനുഷ്യരാണല്ലോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള വരകൾ വരയ്ക്കാനോ ഇന്നതിലൂടെ നടക്കാവൂ എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന അതല്ല ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുണ്ട്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് നമ്മളിപ്പോൾ കമ്പോസേഴ്സ് പല ആളുകളുടെയും കൂടെ വർക്ക് ചെയ്യുമ്പം അവരുടെ ഒരു ഏർലി സ്റ്റേജിലുള്ള അതിനേക്കാൾ കൂടുതലൊരു ഇമോഷണൽ മെച്യൂരിറ്റി അവർ കുറേ കഴിയുമ്പം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വിചാരിക്കുക കുറേ സമയമെടുത്ത് റെക്കോർഡ് ചെയ്യണ
മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം അവരുടെ ചെറുപ്പ സമയത്തെ. അവർ തന്നെ പിന്നീട് കുറേ നാൾ കഴിയുമ്പം കുറേ കൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യണത് പോലെ തോന്നും. അപ്പോൾ അത് മേ ബി അവരുടെ ഒരു കുറേ വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവർ അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഇത് രണ്ട് അവരുടെ ഉള്ളിലുണ്ടായിട്ടുള്ളൊരു ട്യൂണാണ്. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ അവർക്കേ പറ്റുള്ളൂ. ആ മനസ്സിലാക്കുന്നതിലുള്ള ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ, അളവിലെ വ്യത്യാസം സാറില്ലേ പോട്ടെ എന്ന് വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു ഇമോഷണൽ മെച്ചോറിറ്റിക്ക് അവരെത്തണതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ മെയ്യഴകലിലെ പാട്ടിലേക്ക് വരുമ്പോഴേ കമൽഹാസൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഫിസിക്കലി സാമീപ്യം ഇല്ല നമുക്ക്. പക്ഷേ കമൽഹാസൻ പാടട്ടെ ആ പാട്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഇവിടെ കമൽ സാർ വന്നായിരുന്നു ഇതേ സ്റ്റേജിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോദിക്കണമല്ലോ, കമൽ സാറിനെ കൊണ്ട് ആ പാട്ട് പാടിപ്പിക്കാം. അതെങ്ങനെയായിരുന്നു ആ ഒരു ഡിസിഷനിലേക്ക് വന്നത്? ആ പാട്ട് പാടിയിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം അല്ലേ? അതല്ലേ കുറച്ചും കൂടെ നല്ല. കുറച്ച് നേരമായില്ലേ, നമുക്ക് പാട്ട് മിസ് ചെയ്യുന്നില്ലേ? എനിക്കറിയാൻ പാടില്ല. യാരോ നീ അത് പറ. അത് എനിക്ക് ലിറിക്സ് അറിയില്ല, എനിക്ക് നോക്കേണ്ടി വരും, എൻ്റെ ഫോണൊന്നുമില്ല. ട്യൂൺ മൂളാൻ മൂള അയ്യോ, കുറച്ച് നേരം മുമ്പ് പറയായിരുന്നു. പിന്നെ പാടാം, എനിക്ക് ഓർമ്മയില്ല, ഒട്ടും ഓർമ്മ വരുന്നില്ല, പാട്ട് ബ്ലാങ്ക് ആയി. ശരി, നമുക്ക് പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ആരെങ്കിലും ഒരാളത് ചോദിക്കണേ, മറന്നു പോകും ഞങ്ങൾ. അപ്പോൾ പറയൂ, എങ്ങനെയായിരുന്നു കമൽ സാർ ഇതിനകത്തേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തത്? കമൽ സാറ് പാട്ടിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ബേസിക്കലി ആ പാട്ട് 2 പ്രാവശ്യം വരും. സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ആദ്യം പോറേന്ന എന്ന് പറഞ്ഞ പാട്ട് വരും, പിന്നെ അയാൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു വേറെ വേർഷൻ പോലെയാണ് ആ പാട്ട് വരിക. അപ്പോൾ ഫസ്റ്റ് അയാൾ ആ വീട് വിട്ട് ഇറങ്ങുമ്പോൾ ആ വില്ലേജും ആ വീടും അയാൾക്കൊരു സെൻഡ് ഓഫ് കൊടുക്കുന്ന പോലത്തെ ഒരു വോയിസാണ് അവിടെ വേണ്ടത്. അപ്പോൾ എൻ്റെ ഐഡിയ ആയിരുന്നു ഇതൊരു നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വില്ലേജ് വേണം എന്നുള്ളത്. പക്ഷേ ആ വോയിസ് സജസ്റ്റ് ചെയ്ത് പ്രേമണനാണ്, ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ള ഐഡിയ ആയി തോന്നുമെങ്കിലും ഞാനത് ഒട്ടും പ്രാക്ടിക്കലാണെന്ന് വിചാരിച്ചിരുന്നില്ല. സമൽ സാറിനൊക്കെ കൊണ്ടൊക്കെ അത് 2 പാട്ട് പാടിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് എൻകറേജ് ചെയ്തില്ല. ഞാൻ പറയുന്നത് നടക്കാൻ പോകില്ല, നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് പുള്ളി പാട്ട് കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഇത് നടന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ സംഭവം വരുന്നത്. പുള്ളി അവരുടെയൊക്കെ വർക്ക് എത്തിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് അവർ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. പുള്ളി അവിടെ വരുന്നത് സൂപ്പർ സ്റ്റാർ ആയിട്ടല്ല, പുള്ളി ഒരു സിംഗറായിട്ടാണ് അവിടെ വരുന്നത്. പുള്ളി വരുന്നത് നേരെ വോക്കൽ ബൂത്തിലോട്ട് പോകുന്നത് 2 മണിക്കൂർ നിന്ന് ഒറ്റ നിപ്പിലാണ് 2 പാട്ടും പാടുന്നു. പുള്ളി അത് കഴിഞ്ഞ് അത് ഓരോ ടേക്ക് എടുക്കുമ്പോഴും എൻ്റെ അടുത്ത് സാർ ഇങ്ങനെ പാടാം ഞാനിത് എന്ത് പറയണം എന്നറിയില്ല, ഇങ്ങനെ പാടിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് മാറ്റി ഇങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ ചെയ്താലോ, അത് ഫുൾ ഇങ്ങനെ പറഞ്ഞായിരുന്നോ കമൽ സാർ? അതത്ര എത്തിയില്ല, കുഴപ്പമില്ല, എന്നാലും ഞാൻ മാറ്റി പാടിപ്പിച്ചു. അതെൻ്റെ ജോലി അവിടെ അതാണ്, പുള്ളി അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ റീടേക്ക് എടുത്തു, അതെൻ്റെ ജോലിയാണല്ലോ. പക്ഷേ പുള്ളി റെഡിയാണ്, എത്ര വേണമെങ്കിലും പാടിത്തരാൻ റെഡിയാണ്. പിന്നെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്, ഭയങ്കര രസമായിരുന്നു അതൊക്കെ. പക്ഷെ അവിടെ ആ വോയിസിൽ ആ പാട്ട് ഇത്രയും ഇമ്പാക്റ്റ്ഫുൾ ആവാൻ കാരണം അത് കമലഹാസൻ്റെ അതേ വോയിസുള്ള അല്ലെങ്കിൽ അതേപോലത്തെ ശബ്ദമുള്ള ആര് പാടിയാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കമലഹാസനാണെന്ന് നമുക്കുള്ള അറിവാണ് ആ പാട്ടിന് കുറേ കൂടി ബൂസ്റ്റ് തരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യാരോ പാടുമ്പോൾ നമ്മളെ വീടുകളിൽ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരു ശബ്ദവും ഒരു മനുഷ്യനാണ് അയാൾ. നമ്മുടെ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളിവിടെ ജനിച്ചോളം നമുക്ക് ദാസേട്ടൻ്റെ വോയിസ് ഇങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ടേക്സ് എസ് ഹോം, നമ്മളെ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോകും അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു വോയിസിന് അങ്ങോരത് പാടുമ്പോൾ അത് ഞാൻ എത്ര തൊള്ള വിളിച്ച് പാടിയാലും എത്ര ഇമോഷണലി ചെയ്താലും ആ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് ഒറ്റയടിക്ക് ട്രാൻസ്ഫോം ആവുന്നൊരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങോര് പാടിയത് കൊണ്ട് ആ പാട്ട് ഇവിടം വരെ എത്തിയത്. അതെ, എന്തായാലും ആ ഫീല് കളയാണ്ട് വെച്ചോ, നമുക്ക് പാടേണ്ടതാണ് കുറച്ച് കഴിഞ്ഞിട്ട്. ഇതിനിടയിൽ കൂടെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് പ്രത്യേകിച്ച് ഗോവിന്ദ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ സിനിമ കണ്ട് ത്രൂ ഔട്ട് ആ ഫീലിംഗ് മുഴുവൻ നമ്മൾ കൊടുക്കണം. പക്ഷേ ഈ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അതുമേന്നൊരു പാട്ടങ്ങ് ഉണ്ടാക്കി കളയും. ഇപ്പം മധുരം സിനിമയിലെ പാട്ട് വന്നത് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ ബാക്ക്ഗ്രൗണ്ട് അല്ല, മധുരം മധുരത്തിലെ മ്യൂസിക് ഡയറക്ടർ താങ്കളായിരുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നിന്ന് ഒരു പാട്ടിലേക്ക് ഒരു പാട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇപ്പൊ ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗോപി സുന്ദറും അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ മൊയ്തീൻ പടത്തില് പുള്ളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് മറ്റേ മുക്കത്തെ പെണ്ണെ വന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് തോന്നുന്ന ഒരു മുഹൂർത്തത്തിൽ മുക്കത്തെ പെണ്ണ് ജനിക്കുകയായിരുന്നു എന്നാണ് കേട്ടത്, വെറും 5 മിനിറ്റ് കൊണ്ടൊക്കെ. സോ അങ്ങനെയായിരുന്നോ മധുരത്തിലെയും പാട്ട് പിറന്നത്? മധുരത്തിലെയും പാട്ട് അങ്ങനെ തന്നെ വന്നതായിരുന്നു. അതായത് അതിപ്പോൾ മധുരത്തിലെ എന്നുള്ളതല്ല, ഇപ്പോൾ കാതലെ കാതലെ എന്ന് പറയുന്ന പാട്ടുണ്ടായത് അങ്ങനെയാണ്. അത് ആ സിനിമയിൽ അങ്ങനെ ഒരു പാട്ടില്ല, അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സമയത്തുണ്ടായ പാട്ടാണ്. ഏത് പാട്ട്? കാതലെ കാതലെ. ആ ഹാ ഹാ. അത് സിനിമയിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ കമ്പോസ് ചെയ്തിട്ടില്ല. അത് അന്താതി എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു തീം സോങ്ങിൻ്റെ ഭാഗം മാത്രമായിരുന്നു, പടത്തിനകത്തില്ല പാട്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ തൃഷ മറ്റേ ഓൾട്ടർനേറ്റ് റിയാലിറ്റി അവളുടെ ആഗ്രഹം പറയുമ്പോൾ ഇത് വെറുതെ കൊണ്ട് പ്ലേസ് ചെയ്ത് നോക്കിയതാണ് ഞാൻ. അതിനുവേണ്ടി അവർ ഷൂട്ട് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആസ് ഇറ്റ് ഈസ് ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ ഞാൻ വെറുതെ കൊണ്ടിട്ടപ്പോൾ എല്ലാം മാജിക്കലി കറക്റ്റായിട്ട് വന്നതാണ്. ഞാൻ അതിനുവേണ്ടി കമ്പോസ് ചെയ്തതല്ല, പുള്ളി അതിനുവേണ്ടി ഷൂട്ട് ചെയ്തതല്ല. സം മാജിക് ഹാപ്സ് ആൻഡ് ലൈക്സ് ദിസ്. നമ്മൾ മജീഷ്യൻസ് ആയതുകൊണ്ടല്ല അത് ഈ ആ പ്രൊഡക്റ്റിൻ്റെ ജെനുവിനിറ്റി കൊണ്ടുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ മധുരവും അങ്ങനെ തന്നെ ഉണ്ടായതാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കുറച്ചും കൂടി വോക്കൽസിന് ഇനിബേറ്റ് ചെയ്യാൻ പറ്റും തോന്നി. കുറച്ചും കൂടി ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വോക്കൽസ് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവം, ലിറിക്സ് വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണ് സിറ്റുവേഷനിൽ ഇതാണ് സംഭവിക്കുന്നതെന്ന്. ഇൻസ്ട്രുമെൻ്റലാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ കൃത്യമായിട്ട് പറയണമായിരുന്നു, ഇതാണ് പ്രണയമാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും ലിറിക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പക്ഷേ റീസെൻ്റ്ലി എനിക്കും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട്. അതായത് ഇപ്പോൾ പാട്ട് എന്ന് പറയുന്നത് ഇമോഷൻ കൺവേയൻസിനേക്കാളും പ്രൊമോഷണൽ മെറ്റീരിയലാണ് ബേസിക്കലി. ഇപ്പോൾ സിനിമ തിയേറ്ററിൽ ഓടും വരെ ഉണ്ടാവേണ്ട ഒരു പാട്ട് വേണം. അങ്ങനെയാണ് പല പാട്ടുകളും, പല സിനിമകളിലും പാട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും ഈ പറയുന്ന മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് എത്രത്തോളം നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്തായാലും അത് ആദ്യമൊക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് തോന്നിയിരുന്നു. പക്ഷേ അതാണ് ഇപ്പോൾ ഒരു ഭാഗം ഓഫ് സിനിമയുടെ റിയാലിറ്റി. അതാണ് ഒരു ഭാഗം ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആയാലും ഒരു ഭാഗം ഓഫ് എന്താ പറയുക ഡയറക്ടേഴ്സ് ആയാലും അത് ചൂസ് ചെയ്യുന്നുണ്ട്. സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ സോങ് വേണം, സിനിമയ്ക്ക് ആ പാട്ടിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ എത്ര സിനിമകൾ കണ്ടിട്ടുണ്ടാവും, എത്രയോ സിനിമകൾ ഈ പാട്ടിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയിട്ടില്ലേ? അത് അങ്ങനെ ഉണ്ടാവുന്ന പാട്ടായതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ഒരു കുറച്ചും കൂടെ പിന്നിലേക്ക് സഞ്ചരിച്ചാൽ, ഇപ്പം സിത്താരയുടെ കാര്യം എടുത്തു നോക്കിയാലും ഗോവിന്ദൻ്റെ കാര്യം എടുത്തു നോക്കിയാലും വീട്ടിൽ നിന്നേ സംഗീതം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സിത്താരയുടെ വീട്ടിലാണെങ്കിലും, സിത്താര കോഴിക്കോടുകാരി കൂടെയാണല്ലോ. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പറയുക അവിടെ സംഗീതം ഉറങ്ങുകയാണ്. അവിടുത്തെ ആൾക്കാർ പാട്ട് പാടിയില്ലെങ്കിൽ പോലും പാട്ടിനെ ഡീപ്പായിട്ട് വിശകലനം ചെയ്യുന്ന ആൾക്കാരും ഒക്കെയാണ്. പിന്നെ ബാബുക്കയുടെ നാട്, അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെങ്കിലും വീട്ടിലും ചർച്ചകൾ, അച്ഛനെ കാണാൻ വരുന്ന അച്ഛൻ്റെ കൂട്ടുകാരും ഒക്കെ ബാബുക്കയുടെ പാട്ടുകളും ഒക്കെ ആയിട്ടുള്ളൊരു സംവാദം അവിടെ നടക്കാറുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്നൊക്കെയാണെന്ന് തോന്നുന്നു ആ ഒരു മ്യൂസിക്കലി നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഭാവവും രസവും ഒക്കെ പാട്ടിലേക്ക് കടന്നു വന്നതെന്ന് തോന്നുന്നു. സെയിം വേ ഗോവിന്ദനും ബാബുരാജിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ബാബുക്കയുടെ പാട്ടിനെ പറ്റി ഗോവിന്ദ് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ. അതായത് ബാബുക്കയുടെ പല പാട്ടുകളും അതിൻ്റെ ഒറിജിനലായിട്ട് പാടിയിരിക്കുന്നതിനേക്കാളും ബാബുക്ക റോ ആയിട്ട് പാടി വയ്ക്കുന്ന പാട്ടുകളുടെ ഒരു കളക്ഷൻ ഗോവിന്ദിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഭയങ്കര ഹാർഡ് കോർ ഫാനായിരുന്നു. അതിൽ നിന്നൊക്കെയാണ് ഈ പറയുന്ന ഒരു കവർ സോങ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് പോലും വന്നത് എന്നൊരു, ഇപ്പം നിങ്ങൾ രണ്ടുപേരും ബാബുക്കയുടെ ഫാൻസ് ആയതുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം ഒന്ന് സിത്താര, ബാബുക്കയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ത്രൂ ആണല്ലോ സംഗീതത്തിലേക്ക്? തീർച്ചയായിട്ടും. ഞാൻ മലപ്പുറം ജില്ലക്കാരിയാണ്. ഇപ്പം കറക്റ്റ് മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ ബോർഡറിലായിട്ടാണ് വളർന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ മ്യൂസിക് ചർച്ചകളിലും ഈ പാട്ട് കേൾക്കലിലും ഒക്കെ ബാബുക്കയുടെ പാട്ടുകളും അങ്ങനത്തെ അനക്ഡോട്ട്സ് ഒക്കെ ഒരുപാട് കയറി വരും. അത് ആ പരിസരത്തു നിന്ന് കിട്ടിയിട്ടുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അച്ഛൻ്റെ സുഹൃത്തുക്കൾ വന്നിരുന്ന് പാടുന്നതും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഈ കവർ സോങ്സിലേക്കുള്ളൊരു സ്റ്റെപ്പിൻ കൂടെ ആയതുകൊണ്ട് ബാബുരാജ് പുള്ളി എൻ്റെ ബേസിക്കലി എൻ്റെ ലൈഫിലോട്ട് എൻ്റെ കുറച്ച് കാലം പുറകിലുള്ള ജനറേഷൻ്റെ മ്യൂസിക്കാണല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് പുള്ളി വരുന്ന ഒരു എക്സ്പ്ലോഷൻ പോലെയാണ്. ആ ഒരൊറ്റ കാസറ്റാണ്. അതിന് മുമ്പ് ഞാൻ അങ്ങനെ ഭയങ്കര ഫാനൊന്നും ആയിരുന്നില്ല. അങ്ങനെ കേട്ടിട്ടില്ല അധികം. ഞാൻ പല പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അപ്പോൾ AR റഹ്മാൻ്റെയും ഇളയരാജയുടെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു കാസറ്റ് ബാബുരാജ് പാടുന്നു എന്നാണെന്ന് എൻ്റെ ഓർമ്മ. മനോരമ മ്യൂസിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? അത് എല്ലാവരും പോയി മേടിച്ച് കേൾക്കേണ്ട ഒരു സാധനമാണ്. അത് പുള്ളി പല വേദികളിലായിട്ട്
റെക്കോർഡ് ചെയ്തതെന്ന് വെച്ചാൽ നോർമൽ റെക്കോർഡിങ്ങുകളാണ്. പലരും നോർമൽ റെക്കോർഡിങ്ങൾ കല്യാണത്തിലൊക്കെ പാടുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് പാടുന്നത് അതൊക്കെയാണ്. എല്ലാ പാട്ടുകളും പുള്ളി തന്നെയാണ് പാടുന്നത്, ഹാർമോണിയം വായിച്ച് പാടുന്നത്. അപ്പോൾ ഒരാൾ ഇരുന്നിട്ട് അത് ഈ റെക്കോർഡിങ് സ്പേസിലല്ലാത്തത് കൊണ്ട് അറിഞ്ഞങ്ങ് ഒരു തരത്തിലുള്ള പെർഫെക്ഷനും വേണ്ട എന്നുള്ള അറിവോട് കൂടി പാടുമ്പോൾ ഒരു മുഴുമത ഉണ്ട് അതിനകത്ത്. ഒരു നിറഞ്ഞാണ് പാടുന്നത് പുള്ളി അതിനകത്ത്, അറിഞ്ഞ് തൊണ്ടയൊക്കെ പോയി. അപ്പോൾ ആ പാട്ട് മുഴുവൻ കേൾക്കുമ്പോൾ എനിക്ക് എത്ര ഇമോഷണലി ആ പാട്ടിനെ, എന്നിട്ട് ഒറിജിനൽ പാട്ടിൽ കേൾക്കുമ്പോൾ എനിക്ക് ഇമോഷൻ കിട്ടുന്നേ ഇല്ല. അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു. ഏത് ഒറിജിനൽ പാട്ടുകൾ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടും മിക്സ് ചെയ്തിട്ട് റിവർബൊക്കെ ഇട്ട് ഭയങ്കര രസം കേൾക്കാൻ. ഇത്ര രസം ആവശ്യമില്ലായിരുന്നു. ഭയങ്കര ആ രസം വരുമ്പോൾ ഈ ഇമോഷൻസൊക്കെ ഡൈല്യൂട്ടഡ് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങോട്ട് പാടുമ്പോൾ അതിനകത്തൊരു ആ വരികൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് എൻ്റെ ഹൃദയത്തിലോട്ട് കയറുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ വേണം പാട്ടുണ്ടാക്കാനെന്ന് എനിക്ക് തോന്നിയത് പലപ്പോഴും അങ്ങോരുടെ ഇതിൽ നിന്നാണ്. ആ ഒരു കാസറ്റ് പാടി 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 ഞാൻ എത്രയോ എൻ്റെയൊക്കെ ഫ്രണ്ട്സ് എല്ലാം എവിടെ പോയാലും ഞാൻ ഈ പാട്ടാണ് പാടുക. ഇതിലത്തെ ഓരോ പാട്ടുകളും ഞാൻ പാടുമായിരുന്നു. അപ്പോൾ ആ ഒരു കാസറ്റ് എൻ്റെ കമ്പോസിങ്ങിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു പാട്ട് വേറൊരാൾ പാടുമ്പോൾ എങ്ങനെ അതിനെ നന്നാക്കാം എന്നുള്ളൊരു വേർഷൻ കേട്ടത് ഞാൻ ഈ കാസറ്റ് കേൾക്കുമ്പോഴും കൂടിയാണ്. നന്നാക്കാനും പറ്റും, വളരെ വേറെ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ. അത് ഉണ്ടാക്കിയ ആൾ തന്നെയാണ് പാടുന്നത് വേറെ രീതിയിൽ. ബാബുക്കയുടെ പാട്ടുകളിൽ എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സ്പേസ് എപ്പോഴും ഉണ്ടാവും. അപ്പം നമുക്കിപ്പോൾ കവർ സോങ്സിൻ്റെ കാര്യം പറഞ്ഞില്ല, എല്ലാ പാട്ടുകളും അങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മുടെ കൊതിയുടെ മുകളിലാണ് വീണ്ടും പാടുന്നത്. അത് ആ പാട്ട് അതേപോലെ ഇമോട്ട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക ദുരാഗ്രഹത്തിൻ്റെ മുകളിലല്ല. പലപ്പോഴും ആ പാട്ട് നമ്മളുമായിട്ട് കണക്ട് ചെയ്തൊരു ഇമോഷൻ അല്ലെങ്കിൽ അവരെ ഒറിജിനൽ പാട്ടിനെ ഓർമ്മപ്പെടുത്താനുള്ളൊരു വഴി എന്നൊക്കെയുള്ള രീതിയിലായിരിക്കുമല്ലോ നമ്മൾ വീണ്ടും അത് അവതരിപ്പിക്കുന്നത്. അതെ. അപ്പോൾ ഈ ബാബുക്കയുടെ പാട്ടുകൾ പാടുമ്പോൾ എവിടെയോ ബാബുക്ക കുഴപ്പമില്ല നിങ്ങൾ പാടിക്കോളൂ എന്നുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്നത് പോലത്തെ കുറേ സ്പേസുകൾ നമുക്ക് ഫീൽ ചെയ്യും. ചിലത് പാടാൻ നമുക്ക് പേടിയാവുമല്ലോ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. ഇത് അങ്ങനെയല്ല, ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടുന്ന വേർഷൻസ് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. അതിൻ്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തുറന്നിട്ടുണ്ടാവുന്ന ഒരു പാട്ടില്ലേ, അതെല്ലാവരും കേൾക്കേണ്ടതാണ്. ഇവിടെയുള്ള സംഗീത പ്രേമികളാണ് ഒരുവിധപ്പെട്ടവരൊക്കെ അത് കേട്ടിട്ടുണ്ട്. എങ്കിൽ അതൊരു വല്ലാത്ത അനുഭവമാണ് ആ വേർഷൻസ്. അപ്പോൾ നമുക്ക് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അങ്ങോട്ടേക്ക് തരാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് രണ്ടുപേരും ഓരോ ഇച്ചിരി ഒരു 4 ലൈൻ പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇനിയും സംഗീതങ്ങൾ കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരുടെയും വക. ആൻഡ് നമുക്ക് സിത്താരയിൽ നിന്ന് സിത്താര ഒരു പാട്ട് കൂടെ പാടി നമുക്കിത് ബാബുക്കയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ബാബുക്കയുടെ പാട്ട് പാടാം. അതെ, ഓക്കെ, ആയിക്കോട്ടെ. യെസ്, ഫുൾ സപ്പോർട്ട്. അസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആര് ദൂതിനയച്ചു നിങ്ങളെ ആര് ദൂതിനയച്ചു അസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആര് ദൂതിനയച്ചു നിങ്ങളെ ആര് ദൂതിനയച്ചു. Wow. Okay. Now it's time for അതേ അവസ്ഥ തന്നെയുണ്ട്, ലിറിക്സ് ഇപ്പോഴും ഇല്ല കേട്ടോ. അതെ, ഏത് വേണമെങ്കിലും ഞങ്ങളൊരു ഓപ്ഷൻ തരാം. 96 വേണമെങ്കിൽ 96 അല്ലെങ്കിൽ മെയ് എടുക്കാൻ അല്ലേ? ഇത് രണ്ടും നമുക്ക് കേൾക്കാൻ ആഗ്രഹം. പാടാം, അതായിരിക്കും ഭേദം. ലൈഫ് ഓഫ് ഫ്രം പാടാം. ഓക്കെ, അതാകുമ്പോൾ ലിറിക്സ് അറിയാം. ശരി. ഭാര്യ എൻ്റെ മുമ്പിൽ തുറപ്പിച്ചു നോക്കൊണ്ട് ഞാൻ എവിടെ പോയാലും ഇതാ പാടാറ്. வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறே
வாழ்கிறே தானே தானாதினே தானே தானாதினே ആരോ ആരിരാരിരോ ആരോ ആരിരാരിരോ. താങ്ക് യു സോ മച്ച്. സോ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടെന്നാണ് എൻ്റെയും ഒരു വിശ്വാസം. വളരെ കാര്യമായി നമ്മൾ ആക്റ്റീവ്ലി രണ്ടുപേരും, എനിക്ക് ഈ ചർച്ച, ഈ ഡിസ്കഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഗോവിന്ദ് വസന്തായി അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് അല്ല എന്നും. സിത്താരയെ നമുക്കറിയാം, സിത്താര പലപ്പോഴും നിലപാടുകളൊക്കെ അറിയിക്കുന്ന ഒരാൾ കൂടെയാണ്. പക്ഷേ ഗോവിന്ദ് അങ്ങനെയല്ല. ഗോവിന്ദ് നന്നായിട്ട് തന്നെ സംസാരിക്കുന്ന ഒരാളാണെന്ന് ഇവിടെ മനസ്സിലാക്കി. സോ താങ്ക് യു സോ മച്ച് സിത്താര ആൻഡ് ഗോവിന്ദ്. താങ്ക് യു.